ഓൺലൈനിലുള്ളവരും ഇപ്പോഴും ഇരുന്ന് പ്രാർത്ഥന കൂടുക. നിങ്ങളെടുത്ത ഉടമ്പടിയുടെ ഭാഗമായി എല്ലാ ദിവസവും നമ്മൾ ആദ്യ ചൊവ്വാഴ്ച പാട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനമാണ് നടക്കുന്നത്. അമ്മ നമുക്ക് വരദാനമായി നൽകിയതാണ് മരിയൻ ദിവ്യ ഉടമ്പടി. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടിയുടെ ഓരോ വചന വിശദീകരണങ്ങൾ അതാത് ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന പുതിയ ഉടമ്പടിയുടെ കാഴ്ചപ്പാടുകൾ ഉടമ്പടിയെ അതിവേഗം സങ്കട നിവർത്തി വരുത്തുന്നതിന് ഉതകുന്ന ബിബ്ലിക്കൽ ഫോർമുല ആൻഡ് ഫെയ്ത്ത് കണ്ടൻറ്റ്, വിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ, ഇതൊക്കെ ഓരോ ആഴ്ചകളിലും പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുക. അത് വായിക്കും തോറും അത് കേൾക്കും തോറും ആ ധ്യാനം കൂടുന്തോറും നമ്മൾക്ക് കൂടുതൽ തീക്ഷ്ണമായി വളരെ അർത്ഥവത്തായിട്ട് ഉടമ്പടി ജീവിതം അനുവർത്തിക്കാൻ കഴിയും. ആദ്യമായി ആമുഖത്തിൽ അച്ഛൻ കുറച്ച് അറിയിപ്പുകൾ പറയുകയാണ്. അറിയിപ്പുകൾ, ഒന്നാമത്തെ അറിയിപ്പ്, ഇത് ഒക്ടോബർ മാസമാണ്. നമുക്കറിയാം കൃപാസനത്തിൽ ഏറ്റവും കൂടുതൽ കൃപാസനത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ്സിലേക്ക് ദൈവം ആവോളം പാനം ചെയ്ത് അവരുടെ ജീവിത നിവൃത്തിയും ആത്മാഭിഷേകവും പ്രാപിക്കുന്നതിന് വേണ്ടി യാത്രയാക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർക്കെല്ലാം ഉള്ള ആശ്രയമായ ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഒക്ടോബർ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 1.5 ലക്ഷം പേരുടെ റാലിയാണ് നടത്തിയത്. ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോളുള്ള കാരണം നമുക്ക് പുറത്തിറങ്ങി വലിയ റാലികൾ നടത്തി വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ദൈവം തരുന്നത് വരെ ലഭ്യമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വർഷത്തെ പ്രത്യേകത ഒക്ടോബർ മാസം കൃപാസനം ശുശ്രൂഷകരും കൃപാസനം ശുശ്രൂഷയിൽ അവലംബിച്ചിരിക്കുന്നവർ അനുവർത്തിക്കേണ്ട കാര്യമാണ്. അടുത്ത 25-ാം തീയതി, ഒക്ടോബർ 25-ാം തീയതി വരെ മുതൽ 31-ാം തീയതി വരെ 7 ദിവസം നടക്കുന്ന ശുശ്രൂഷയാണ് ആഗോള ജെറീക്കോ പ്രാർത്ഥന. ഇപ്പോൾ ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയാം. കാര്യം വാഗ്ദാന നാട് പ്രാപിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹം മുന്നേറുമ്പോൾ അവിടെ മുമ്പിൽ വരുന്നൊരു പ്രതിബന്ധമാണ് ചെങ്കടലും പിന്നെ ജെറീക്കോ കോട്ടയും പിന്നെ ജോർദാൻ നദിയും. ഇതെല്ലാം കടന്ന് പോകും. അപ്പോൾ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഈ വഴികളിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, അത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭൗതിക പ്രതിസന്ധിയായാലും അതിനെ എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുന്ന ആധ്യാത്മികമായ ശുശ്രൂഷകളുണ്ട്. അതിലൊന്നാണ് ബൈബിളിൽ പറയുന്ന ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ജെറീക്കോ പട്ടണത്തിന് ചുറ്റും തങ്ങൾക്ക് ഒരു കാരണവശാലും തങ്ങളുടെ വംശം അവശേഷിക്കത്തില്ല. അനാർക്കിൻ്റെ വലിയ ഗോലിയാത്ത് കണക്കുള്ള വലിയ മല്ലന്മാർ, അത്ര ഫിലിസ്തീൻ മല്ലനെ പോലെയുള്ള മല്ലന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ജെറീക്കോ. അപ്പോൾ ഇവർ ആക്രമിക്കപ്പെടും, നശിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞ്, നിങ്ങൾ കൃപാസനം തോളിൽ കാവി 7 പ്രാവശ്യം ഇതിന് വലം വെക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോഴിത് പൊടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. മോസസ്, ഏലിയ, കലീബ്, ജോഷുവ എല്ലാവരും ഭയങ്കര വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. നമ്മൾ അവരുടെ ജീവിതാനുഭവങ്ങളും സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ
നമ്മളുടെ ജീവിതവുമായിട്ട് അതിങ്ങനെ ദൈവശക്തി ഇങ്ങനെ സംക്രമിച്ചുകൊണ്ടിരിക്കും. അവർ ചെയ്ത കാര്യങ്ങൾ അനുവർത്തിക്കുമ്പോൾ, അതേ ഫോർമുല നമ്മൾ അനുവർത്തിക്കുമ്പോൾ അതുപോലുള്ള ദൈവാനുഭവം നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും. ഈ ഉടമ്പടി മുഴുവനും പഴയ നിയമത്തിൽ നിന്ന് എടുത്തതാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോഴാണ് അത് പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്യണത്. എൻ്റെ പണ്ട് മുതലുള്ള ഒരു രീതി എന്ന് പറയണത്, ബൈബിളിൽ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ അതിൻ്റെ സ്പിരിറ്റ് ഓഫ് ദി ലെറ്റർ ഞാൻ അതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളും. ഇപ്പോഴല്ല, പണ്ടും അങ്ങനെയായിരുന്നു. ബൈബിൾ വായിക്കണത് എന്തിനാണ്? ദൈവത്തെ തൊടാനും ദൈവത്തെ മണക്കാനും ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് ബൈബിൾ വായിക്കണത്, ദൈവത്തിൻ്റെ വഴികൾ. അപ്പോൾ അതുപോലെ ഉൾക്കൊള്ളുന്ന കൊണ്ടാണ് ഈശോ നമുക്ക് അതിൻ്റെ അന്തസത്തകൾ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങളൊക്കെ വെളിപ്പെടുത്തി തരണത്. ബൈബിളൊരു ഭയങ്കര നിധിയാണ്. ഇതിൽ ഒരു മനുഷ്യനും ഒരു തലമുറയും ഒരു ജന്മാന്തരവും കടന്നു പോകാനുള്ള എല്ലാവിധ നോ ഹൗ ജ്ഞാനസൂത്രങ്ങളെല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ ചെപ്പിൽ, വചനത്തിൻ്റെ പേടകത്തിൽ ഇങ്ങനെ അടക്കം ചെയ്തിരിക്കുക. അടക്കം ചെയ്യുക, മുദ്ര വെച്ച് അടക്കം ചെയ്യുക. ലോകസ്ഥാപനം മുതലുള്ള എല്ലാ രഹസ്യങ്ങളും മുദ്ര വെച്ച് അടക്കം ചെയ്ത പുസ്തകമാണ് ബൈബിൾ. അതിൽ വിശ്വാസിക്ക് പാസ്വേഡ് കിട്ടിയാൽ അവനതെല്ലാം ഓപ്പൺ ചെയ്യും, അവനെ അതെല്ലാം ദൈവം വെളിപ്പെടുത്തും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉടമ്പടിയിലിരിക്കുന്നവർ തീക്ഷ്ണമായി വചനം വായിക്കാനും പഠിക്കാനും, ഞങ്ങൾ വചനം പറയുമ്പോൾ കൊതിയോടുകൂടി അത് എഴുതി വെക്കാനും, അത് കേട്ടതിൽ വിശ്വസിക്കാനും, വിശ്വസിച്ചതിൽ പ്രാർത്ഥിക്കാനും, പ്രാർത്ഥിച്ച് നമുക്ക് ശരണപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്കൊന്നും ഒരു മാറ്റം, ഒരു തടസ്സം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ചില ആൾക്കാരൊക്കെ വാടി വിഷമിച്ച് വരും, അച്ഛാ നടന്നില്ല, അച്ഛാ വിഷമിക്കണം, അച്ഛാ വിശ്വാസം പോലും കുറഞ്ഞു വരുന്ന അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ സാക്ഷ്യങ്ങളെടുത്ത് വായിക്കാൻ പറയും. സാക്ഷ്യങ്ങളെടുത്ത് വായിക്കാൻ പറയും. ദൈവാനുഗ്രഹത്താൽ നമ്മൾക്ക് 2300ഓളം സാക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രൊഫസർ ഇവിടെ സാക്ഷ്യം പറഞ്ഞത്, ലോകത്തിൽ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സത്യമായ കാര്യമാണ്. കാര്യം ലോക്ക്ഡൗണിൻ്റെ 500 ദിവസങ്ങളിലെ 1000 സാക്ഷ്യങ്ങൾ കറക്റ്റ് എണ്ണി 1000 സാക്ഷ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 1000 സാക്ഷ്യങ്ങൾ ഒരു സ്ഥാപനം അടച്ചു കിടക്കുമ്പോൾ എവിടുന്ന് വരും? അതെല്ലാം ഓൺലൈനിൽ വരുന്നതാണ്, അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ. അപ്പോൾ ഇത് കൊറോണയ്ക്കൊന്നും ഈ സ്ഥാപനം അടക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അത് തുറന്ന് തന്നെ ഇരിക്കുന്നു. ഓൺലൈൻ കാലത്താണ് ഓൺലൈൻ ഉടമ്പടി തന്നത്. എത്ര മനുഷ്യരാണ് ഓൺലൈൻ ഉടമ്പടി കൊണ്ട് രക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ കൂടുതൽ തീഷ്ണതയോടെ ഇനി ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളങ്ങ് മുഴുകണം. അപ്പോൾ ദൈവം ആരാണെന്ന് ഈ ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് കൂടുതൽ ദൈവാബോധം ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ജെറീക്കോ പ്രാർത്ഥനയാണ് എൻ്റെ വിഷയം ആദ്യമായിട്ട് അറിയിക്കുന്നത്. ഈ ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെറീക്കോ പ്രാർത്ഥന ബൈബിളിലുള്ളത് നമുക്കറിയാം. അത് അവർക്ക് അവരുടെ കഴിവിന് അപ്പുറത്തുള്ള സംഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സംവിധാനമാണ് ജെറീക്കോ പ്രാർത്ഥന. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവർ ജെറീക്കോയ്ക്ക് ചുറ്റും വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് നടന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. 7-ാം ദിവസം അത് പൊടിഞ്ഞു വീഴും. നമ്മളിവിടെ നടത്തുന്നത് ആഗോള ജെറീക്കോ പ്രാർത്ഥനയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ചുറ്റും വാഗ്ദാന പേടകവുമായി പ്രാർത്ഥനാപൂർവം നമ്മൾ സഞ്ചരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ് ആ വാഗ്ദാന പേടകം. സഭയിലെ 2 വാഗ്ദാന പേടകങ്ങളുണ്ട്. ഒന്ന് ദിവ്യ കുർബാനയും ഒന്ന് പരിശുദ്ധ അമ്മയും. അമ്മയെ നമ്മൾ വാഗ്ദാന പേടകമേ എന്നാണ് വിളിക്കണത് ലുത്തീനിയയിൽ. എന്നുവെച്ചാൽ ഈശോയെ ഉള്ളടക്കം ചെയ്ത, വചനത്തെ മാംസമാക്കി മാംസം ധരിച്ച്
വചനത്തിൻ്റെ അമ്മയായി മാറിയ പരിശുദ്ധ അമ്മയാണ് ഉടമ്പടിയുടെ വാഗ്ദാന പേടകം എന്ന് പറയുന്നത്, മരിയൻ ഉടമ്പടിയുടെ. അപ്പോൾ ആ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് അമ്മയുടെ ആധ്യാത്മികതയുടെ അന്തശ്രദ്ധ എന്ന് പറയണത് എന്താ? അവൻ പറയണത് പോലെ ചെയ്യണതാണ്. അത് കാനായിൽ അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കണത് മാത്രമല്ല, അമ്മയുടെ ലൈഫ് ആസച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്ത് ആണ് അമ്മ ദൈവത്തിൻ്റെ മാതാവായത്. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അമ്മ വാഗ്ദാന പേടകമായി. ഈ അമ്മയുടെ വാഗ്ദാന പേടകത്തിൻ്റെ ഫോർമുല, അതിൻ്റെ സൂത്രവാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ വചനവും നമ്മൾ പാലിക്കുകയാണ്. ഓരോ വചനം അവൻ പറയണ പോലെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ വചനം എന്താ അവൻ പറഞ്ഞത്? മർക്കോസിൻ്റെ സുവിശേഷം 1:15 അവനെന്താ പറഞ്ഞത്? അനുദപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ആദ്യം ചെയ്യേണ്ടത് അനുതാപമാണ്. ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു, പക്ഷേ അനുതാപമില്ല. വെള്ളവടി ഇപ്പോഴും തുടരുന്നു, ശത്രുത ഇപ്പോഴും തുടരുന്നു, മിണ്ടാണ്ടിരിക്കുന്ന ഊമപ്പിശാചിൻ്റെ വേഷപ്പകർച്ച ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണമെങ്കിൽ നിൻ്റെ ഉടമ്പടിയുടെ വിഷയങ്ങളിൽ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം അനുതാപമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞു അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ അത് അവൻ പറഞ്ഞത് 3 കൊല്ലം കഴിഞ്ഞാണ് ആ നല്ല കള്ളൻ കർത്താവിൻ്റെ കൂടെ കുരിശിൽ മരിക്കണത്. പക്ഷേ അവൻ പറഞ്ഞത് ആ മർക്കോസ് 1:15 അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നുള്ളത് ചെയ്യണത് ആരാണ്? ആദ്യം നല്ല കള്ളനാണ് ചെയ്യണത്. നല്ല കള്ളൻ കുരിശിൽ അനുദപിച്ചു. നമ്മൾ ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നല്ല കള്ളൻ ഈശോയിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് അവന് അനുതാപം ലഭിക്കുകയും ചെയ്തു. 23-ാമത്തെ വാക്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലന്നകള്ളൻ അനുതപിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, അവന് അനുദപിക്കാതിരുന്നെങ്കിൽ 1000 കൊല്ലം കടന്നാലും അവന് സ്വർഗം കിട്ടത്തില്ല. അവൻ അനുദപിച്ചു. വെറുതെ അവൻ അനുദപിച്ചുകൊണ്ടല്ല, അവൻ പറഞ്ഞ ഈശോയുടെ വചനം മർക്കോസിൻ്റെ 1:15 കർത്താവ് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതാണ്. എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് പറഞ്ഞത് പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഈശോ കുരിശിൽ മരിക്കാൻ നേരത്തെ ആദ്യമായിട്ടും ആ വാക്ക് ഏറ്റെടുക്കുന്ന ആരാണ്? നല്ല കള്ളനാണ്. അവൻ അനുദപിച്ചു. അവനെന്താ പറഞ്ഞത്? നീ കർത്താവാണെന്ന് എനിക്കറിയാം, ഞാൻ കള്ളനാണ്, എനിക്ക് മാപ്പ് തരണം, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങ് എഴുന്നള്ളുമ്പോൾ എന്നെ ഓർക്കണം. അനുതാപത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ദൈവമേ നീ എന്നെ ഓർക്കണമേ എന്നാണ്. ദൈവമേ നീ എന്നെ ഓർക്കണമേ, എൻ്റെ പാപം കൊണ്ട് നീ എന്നെ മറന്നുവെന്ന്, നീ എന്നെ മറക്കുന്ന അവസ്ഥയിൽ ഞാൻ ആയിപ്പോയി, നീ എന്നെ ഓർക്കണമേ. ഓരോ മനുഷ്യനും അനുദപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ദൈവമേ നീ എന്നെ ഓർക്കണമേ. എൻ്റെ പാപാവസ്ഥയിൽ നിന്നെ ഓർക്കാൻ, നീ എന്നെ ഓർക്കാൻ മാത്രം ഞാൻ ആരുമല്ല. പാപം ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഓർമ്മയിൽ വരാൻ അവൻ ആരാണെന്നാണ് സങ്കീർത്തനം ചോദിക്കണത്. സങ്കീർത്തനം 1:8 എന്താ ചോദിക്കണത്? കർത്താവേ നിൻ്റെ സ്മൃതിയിൽ വരാൻ ഞാൻ ആരാണ്? അപ്പം നല്ല കള്ളൻ പറയണത് ഇതാണ്: കർത്താവേ നീ എന്നെ ഓർക്കണമേ. കാര്യം നമ്മുടെ നിലനിൽപ്പ് ദൈവത്തിൻ്റെ ഓർമ്മയിലാണ്. ദൈവം നിന്നെ ഓർത്താൽ നിൻ്റെ കടങ്ങളെ ഓർക്കും,
ദൈവം നിന്നെ ഓർത്താൽ നിൻ്റെ വിവാഹത്തിൻ്റെ നടക്കാത്ത കാര്യങ്ങൾ ഓർക്കും. ദൈവം നിന്നെ ഓർത്താൽ നിനക്ക് മക്കളില്ലാത്ത കാര്യം ഓർക്കും. ദൈവം നിന്നെ ഓർത്താൽ നിൻ്റെ രോഗങ്ങളെ ഓർക്കും. ദൈവം ഓർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തുക. ദൈവം ഓർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിനക്ക് നിത്യരക്ഷ വരെ നൽകുക എന്നതാണ് ഓർമ്മ. ഇതെവിടുന്ന് കിട്ടി നല്ല കള്ളനെ? ഈ സ്വർഗത്തിൻ്റെ രഹസ്യം എങ്ങനെ കിട്ടി ഈ മനുഷ്യന്? യേശുവിനെ കർത്താവ് എന്ന് ആര് വിളിച്ചാലും പരിശുദ്ധാത്മാവ് കർത്താവ് ആരാണ്, കർത്താവ് എന്താണ്, കർത്താവ് എന്തിനാണെന്ന് ആ വചനം പറഞ്ഞു കൊടുക്കും. അതാണ് അവൻ പറഞ്ഞത്. അപ്പോൾ കർത്താവ് മരണത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് വഴുതി വീഴുമ്പോൾ പോലും ഒരു കൊട്ട മുൾക്കിടവുമായി ഒരു കുറവിറച്ചിയായി അങ്ങ് അബോധങ്ങളിലേക്ക് ചാഞ്ഞ് വീഴുമ്പോഴാണ് ഈ അനുതാപത്തിൻ്റെ ഓർമ്മ പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പോൾ അവൻ്റെ അതേ ഒരു അവസ്ഥയിൽ അവൻ തിരിഞ്ഞ് ഇവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവ പൈതലേ, ഏതവസ്ഥയിലും ദൈവം നിൻ്റെ അനുതാപത്തിന് മറുപടി പറയും. അനുതാപമാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയുന്നത്. നീ അനുതാപപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് അബോർഷൻ സംഭവിച്ചു കാണാം, അല്ലെങ്കിൽ നീ ആത്മഹത്യക്ക് ശ്രമിച്ചു കാണും. അത് കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും ഓർക്കത്തില്ല എന്ന് കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് വാഗ്ദാനമുണ്ട്. ഇപ്പം കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാത്തൊരു ദൈവം നിനക്കുണ്ടെന്നും നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തുകൊണ്ട് നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ദൈവത്തിൻ്റെ സന്മനസ് ആദ്യം തൊട്ടറിഞ്ഞത് ഈ അനുതാപിക്കുന്ന നല്ല കള്ളനാണെങ്കിൽ, ദൈവപൈതലെ, ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയുന്നത് ഈ അനുതാപമാണ്. നീ അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഐസയ്യാ 1:18 പറയും, നീ അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം ഒരു വ്യക്തി പ്രാപിക്കേണ്ടതാണ്. അത് അവൻ ശരീരത്തിലേക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം, സൗഖ്യമായി മാറും. അവൻ ജീവിത മണ്ഡലങ്ങളിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ അവന് അത് ജീവിത വിജയമായി മാറും. പരീക്ഷയുടെ വിജയവും, ജോലി ലഭിക്കണതും, വസ്തു വിൽക്കണതും, വിവാഹം നടക്കണതും, കുഞ്ഞുങ്ങളുണ്ടാകണതും, ഈ ബ്ലെസ്സിങ്സ് നമ്മുടെ സർക്കംസ്റ്റൻസിലേക്ക് ദൈവം മനുഷ്യരെ പ്രാപിക്കുമ്പോഴാണ്. അനുഗ്രഹം നീ ആത്മാവിൽ പ്രാപിച്ചാൽ അത് നിനക്ക് കൃപയായി നിത്യരക്ഷയായി മാറും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം അനുതാപമാണ്. എല്ലാ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം അനുതാപമാണ്. അതുകൊണ്ട് തന്നെയാണ് ഐസയ്യാ 1:18 പറയണത്, അനുതപിക്കുക, നീ അനുഗ്രഹം പ്രാപിക്കും. ഉടമ്പടി സർവമണ്ഡലങ്ങളിലെയും ഇസ് എ കോംപ്രഹെൻസീവ് കവനന്റ് പ്രയർ, ഇസ് എ കോംപ്രഹെൻസീവ് പ്രയർ. എല്ലാ മേഖലകളിലും നിന്നെ അനുഗ്രഹിക്കുന്ന പ്രയറാണ്. അതിന് സാക്ഷ്യങ്ങളാണ് 2000. നമുക്ക് 10,000-30,000 സാക്ഷ്യം കിട്ടിയിട്ടാണ് അതിൽ നിന്ന് A1 നോക്കിയിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത്. വെച്ചാൽ ഇതെല്ലാം ഉടമ്പടിയുടെ സന്തതികളാണ് ഈ സാക്ഷികളെല്ലാം. ഉടമ്പടിയുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ എല്ലാ മണ്ഡലങ്ങളിലും സഹായിക്കുന്നതാണ് അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ സാക്ഷിയായി ജീവിക്കാൻ, ആത്മാർത്ഥതയുള്ള സാക്ഷിയായി ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പാടാം. പാടുക, സന്തോഷത്തോടെ പാടുക. അഭിഷേകത്തിന്റെ സമയമാണ്. പരിശുദ്ധ പരമ സ്തുതി
പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. മാരക രോഗങ്ങള് ദുരിതങ്ങളില് കടഭാരങ്ങളിൽ കഴിയുന്നവരെ സദാരഭാഗ്യത്തോടെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമാത്മാവേ സാഗരമേ കാരുണ്യസാഗരമേ കാരുണ്യസാഗരമേ ശ്രുതിക്കട്ടെ. കൈകൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ യേശു സ്തോത്രം. ഹല്ലേലൂയ യേശു സ്തോത്രം. ഹല്ലേലൂയ യേശു സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അങ്ങനെ വിശുദ്ധമായ വലതുകരം കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവേ അങ്ങ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിഴവ് പോലെ വൈദാഘാതം പോലെ ദൈവത്തിന്റെ കരുത്ത്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സൗഖ്യം യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ മാർഗ രോഗങ്ങള് പീഡാവ്യാധികള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ശക്തിയൊക്കെയോളം നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു എന്നിലേഴുന്നള്ളണേ. ശക്തിയൊക്കെയോളം നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും, നിന്നെ
നെഞ്ച് കൈവച്ച് നിന്നെ നനച്ചു വാഴും, നിന്നെ നനച്ചു വാഴും. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, ശ്രുതികടേ ഹല്ലേലൂയ, കാരുണ്യ സാഗരമേ, ശ്രുതികടേ, എല്ലാവരും ശ്രുതികടേ, ശബ്ദമായി ശ്രുതികടേ. കർത്താവേ, കർത്താവേ, അടിപ്പുഴ പോലെ കർത്താവേ, അടിപ്പുഴ പോലെ കർത്താവേ, ആഘാതം പോലെ കർത്താവേ, അങ്ങയുടെ തിരുമാർന്ന വലത് കരത്താൽ ഇപ്പോൾ ഓൺലൈനായും വാസത്തിലും പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ നീ സ്പർശിക്കണമേ, നീ സ്പർശിക്കണമേ. രക്തസ്രാവക്കാരിയെ പോലെ കർത്താവേ സ്പർശിച്ചതുപോലെ കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ നിന്നെ സ്പർശിക്കുന്ന യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കൃഷിന്റെ അടയാളത്തില്, മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിയുടെ ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ ശക്തിയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിന്നെ നനച്ചു വാഴും, നിന്നെ നനച്ചു വാഴും, നിന്നെ നനച്ചു വാഴും, നിന്നെ നനച്ചു വാഴും, ഈശോ ശ്രുതികടേ ഹല്ലേലൂയ, ശ്രുതികടേ ഹല്ലേലൂയ, നിന്നെ നനച്ചു വാഴും, നിന്നെ നനച്ചു വാഴും, കർത്താവേ കരുണയോടെ അനേകം മക്കൾ കർത്താവേ കണ്ണുനീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നെ നനച്ചുകൊണ്ട് നിന്നെ ഓർത്തുകൊണ്ട് കർത്താവേ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരെല്ലാം കർത്താവേ നീ എഴുന്നള്ളി വസിക്കണമേ. അവിടെ ശരീരത്തിൽ സൗഖ്യമായി, മനസ്സിന് സന്തോഷമായും, ജീവിതത്തിൽ കർത്താവേ സംരക്ഷണമായും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ ദൈവിക പ്രസരിപ്പുണ്ടാകട്ടെ. ശ്രുതികടേ
പറ്റാത്തവരെ, കർത്താവ് വിദേശ ജോലിക്ക് തടസ്സമുള്ളവരെ, നാട്ടിലുള്ള ജോലിക്ക് തടസ്സമുള്ളവരെ കർത്താവെ ഓരോരുത്തരായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉടമ്പടി എടുത്തവർക്ക് ഇതുവരെ അടയാളം കിട്ടാതിരിക്കുന്നവരെ അവരെല്ലാം സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന, വഴിയില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, വെളിച്ചമില്ലാത്തവരെ കർത്താവെ, കുടുംബത്തിൽ കലഹമുള്ളവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവർ കർത്താവെ, ഉള്ള മക്കൾക്ക് ഓട്ടിസം പോലുള്ള രോഗങ്ങളുള്ളവർ കർത്താവെ, ഈശോ മാതാപിതാക്കന്മാർ ആശുപത്രിയിലായി പോയവരെ, തെറ്റ് നടപടി നേരിടുന്നവരെ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ വലിയ കൃപ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇപ്പോഴും പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾ കർത്താവേ, അടുത്ത ദിവസങ്ങൾ തന്നെ കർത്താവേ, ഈ ആൾത്താരെ വന്നുകൊണ്ട് കർത്താവേ, നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവേ, സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. അമ്മേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ, ശക്തി പ്രവർത്തിക്കണമേ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള്, ഉടമ്പടി വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളുടെ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഗർഭിണികള് വയറ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭിണികള് വയറ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. മക്കളില്ലാത്തവരും അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവര് അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികള് നെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഉദര രോഗികള് ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശിരോരോഗികള് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസാൽത്താറയിൽ ജീവനോടെ പ്രത്യക്ഷമുണ്ട് അമ്മേ. അനേകം മക്കള്, ആയിരങ്ങൾ മക്കള് ഇപ്പോഴേ ഈ പ്രാർത്ഥന കൂടുന്ന കർത്താവേ, ഇനി ഭാവിയിലെ ഈ പ്രാർത്ഥന കൂടാൻ സാധ്യതയുള്ള മുഴുവൻ മക്കളും അവരുടെ ജീവിത വിഷയങ്ങളും അവരുടെ ജീവിത ഭാരങ്ങളും അവരുടെ ജീവിത രോഗങ്ങളും അവരുടെ സാങ്കേതികമായ രോഗങ്ങൾ, അവിടെ ഉദ്യോഗസ്ഥരിരിക്കുന്നവരുടെ അസ്വസ്ഥതകള്, തൊഴിലില്ലാത്തവരുടെ അസ്വസ്ഥതകള് കർത്താവ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവീസ് പ്രോബ്ലംസ് കർത്താവ്, പെൻഷൻ്റെ പ്രോബ്ലംസ്, ജോലി ഇല്ലാത്തവര്, ജോലിക്ക് വേണ്ട മെമ്മോ കാക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റ് ചെയ്യുന്നവർ, ഇന്റർവ്യൂവിൽ പങ്കെടുത്തവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കർത്താവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ പരീക്ഷകൾ കർത്താവെ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകള്, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ കർത്താവെ എഴുതാൻ പോകുന്നവര്, എഴുതിയിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിസയ്ക്ക് കർത്താവെ, PR-ന് ഓരോ തടസ്സം അനുഭവിക്കുന്നവര്, ജീവിതത്തിന്റെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജീവിതത്തിന്റെ അഭിമാനത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ അമ്മക്കാനായാലും കല്യാണത്തിന് മധ്യസ്ഥം വഹിച്ചതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവര്, ഉടമ്പടി എടുക്കാതിരിക്കുന്നവര് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അടിപ്പിട പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി പ്രചരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, പീഡാവേദികള്, ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ ശക്തി നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിലച്ചുവാഴും എൻ ശക്തി ഒക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചുവാ
എന്നിലെഴുന്നള്ളണേ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കാത്തുകൊള്ളണമേ നീ. Praise the Lord. Praise the Lord. സ്വസ്ഥവും ശാന്തവുമായിരിക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഹൃദയത്തെ ഒരുക്കുക. മർക്കോസിൻ്റെ സുവിശേഷ 11-ാം അധ്യായം 12-ാമത്തെ വചനം മുതൽ ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന അടുത്ത ദിവസം അവൻ ബethനിയായിൽ നിന്ന് വരുമ്പോൾ അവനെ വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അവൻ അടുത്ത് ചെന്നു. എന്നാൽ ഇലകൾ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടിയുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുള്ള ഒരു വചനഭാഗമാണിതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒക്ടോബർ 1-ാം തീയതി വെളുപ്പിനെ ഉണ്ടായ സന്ദേശമാണിത്. വെളുപ്പിന് 4:30 മണിക്ക് ഞാൻ ജപമാല ചെല്ലാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മളുടെ കോറിഡോറിൽ അവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു നിമിഷം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് ജപമാല ചെല്ലണത്. ആ സമയത്താണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ മെസ്സേജ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. അമ്മ പറഞ്ഞ ഇതാണ്, ഈ അത്തിവൃക്ഷത്തിൻ്റെ അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം ഈശോ കണ്ടു. അപ്പോൾ അവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രഭാതത്തിൽ പോകുന്ന സമയത്ത് അവന് വിശന്നപ്പോഴാണ് ഈ അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ ഈശോ കണ്ടത്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെന്നാ വിചാരിച്ചു, അതിൽ എന്തെങ്കിലും ഉണ്ടാകാം, പഴം എന്തെങ്കിലും ഉണ്ടാകും. നമ്മുടെ ചെറിയ അത്തിവൃക്ഷമല്ല, അവിടെ വലിയ അത്തിവൃക്ഷമാണ്. ഇത്രയുള്ള ഒരെണ്ണം കഴിച്ചാൽ തൽക്കാലത്തേക്ക് നിൽക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയത്ത് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇരുന്ന എൻ്റെ ഇടവകപ്പള്ളിയിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട്. വലിയ അത്തിക്കായാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അത്തിമരം ഇതിൽ കായില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, ഇത് ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ആരും ഫലം പറിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ബൈബിളിലെ ചില യുക്തിവാദികളെടുത്ത് വിവാദപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട്, അത് ഞാൻ പറയും. പക്ഷേ അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ഈ വിഷയം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? കാര്യം, ഈശോയ്ക്കൊരു ഒരു ആവശ്യം വന്നു, വിശപ്പ്. ശരീരത്തിൻ്റെ 3 ആവശ്യങ്ങൾ: ഒന്ന് വിശപ്പ്, പിന്നെന്താണ് വസ്ത്രം, പിന്നെന്താണ് പാർപ്പിടം. ഇതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ജോലിയും വിദ്യാഭ്യാസവും എല്ലാം വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. പാർപ്പിടവും വസ്ത്രവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ IELTS OILTS ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഇതെന്ത് ധ്യാനകേന്ദ്രമോ, OIT ധ്യാനകേന്ദ്രമാണ്. പക്ഷേ OIT എന്ന് പറഞ്ഞാൽ എന്താ? അവർ പഠിച്ച് ജയിച്ചു പോയ
ബാക്കി അനിയത്തിനെ പഠിപ്പിക്കാൻ പറ്റും, ആങ്ങളുടെ ജോലി സെറ്റ് ചെയ്യാൻ പറ്റും, വീട് വെക്കാൻ പറ്റും, വസ്ത്രം മേടിക്കാൻ പറ്റും, അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ അമ്മ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനായിൽ വീണ്ടും തീർന്നു പോകണമെന്ന് പറയുമ്പോൾ ഒരു ആത്മീയ പ്രശ്നമല്ലത്. അതെന്താണ്? ഒരു ശാരീരിക പ്രശ്നമാണ്. വീണ്ടും തീർന്നു പോയ നാട്ടുകാരുടെ മുമ്പിൽ ചിലപ്പോൾ അപമാനം കിട്ടും, അവരുടെ മാനസിക പ്രശ്നമാണ്. അപ്പോൾ ഒരു ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും മാനുഷിക പ്രശ്നമാണ്. അപ്പം മാനുഷിക പ്രശ്നത്തെയാണ് കാനായിൽ കൈകാര്യം ചെയ്യണത്. എങ്ങനെ കൈകാര്യം ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ വരുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം ക്രമീകരിക്കും. അതാണ് ഉടമ്പടിയുടെ അന്തസത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഇവിടെ അത്യാവശ്യം എന്ന് പറയുന്നത് വലിയ ഓരോരുത്തർക്കും ഓരോതരം ആവശ്യമാണ്. ഓരോരുത്തർക്കും ഒരേ ആവശ്യം. ചില പിള്ളേർക്ക് ഒരു സൈക്കിൾ മതിയാവും നാട്ടിലുള്ള സ്കൂളിലോട്ട് പോകാൻ, അതാണ് അവരുടെ ആവശ്യം. പക്ഷേ അവിടെ അപ്പന് കാർ ആവശ്യമുണ്ട്. എന്താ കാര്യം? അയാൾക്ക് കമ്പനി പോകണം. ഈ കാറ് കാണിച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാർ ചെന്ന് ബാങ്കിൻ്റെ വാതിക്കൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടത്തില്ല. പക്ഷേ കാറ് വിട്ടുകൊണ്ട് ചെന്നാൽ ചിലപ്പോൾ ലോൺ കിട്ടും. അതിൻ്റെ റാങ്കിങ്ങാണ്, അവിടെ അസസ്മെൻ്റ് അതാണ്. അവന് കാറ് മേടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ റീഫണ്ട് ചെയ്യും എന്ന് മാനേജറിന് മനസ്സിലാവും. അപ്പോൾ ഒന്നും തെറ്റല്ല. ഓരോരുത്തരുടെ ജീവിത രീതിക്ക് അവരവർക്ക് പറ്റുന്ന ജീവിത അവസ്ഥകൾ ഉണ്ടാകണം. അതവരുടെ ആവശ്യമാണ്. അതവരുടെ ആവശ്യമാണ്. ചിലക്കാർ വളരെ ഇപ്പോൾ BMW പോലെ കാറൊക്കെ വാങ്ങിക്കുന്നു. അതെന്നാ വാങ്ങിക്കണത്? അവരുടെ ബിസിനസ് അതാ. അത് വാങ്ങിച്ചില്ലേ മിക്കവാറും അവർക്കെന്തോ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ അവിടെ റേറ്റിംഗ് പോയെന്ന് വരും. കാര്യം പൊട്ടിയെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് പൊട്ടിപ്പോയാലും ആൾക്കാർ ബ്രാൻഡഡ് കാർ വാങ്ങിക്കും. ഇതൊന്നും തെറ്റല്ല. അവൻ്റെ ജീവിതമായിട്ടത് ശരിയാണ്. അവൻ്റെ ജീവിതം അവൻ കാണിക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണിക്കാൻ, ഈ ലോ ബഡ്ജറ്റുകാരൊന്നും കാണിക്കാൻ വരുമ്പോഴാണ് പണി കിട്ടണത്. അതല്ല, അത് അവന് ബൈബിൾ പറയണത് എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പ്രഭാഷകൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. അപ്പോൾ ഓരോരുത്തർക്ക് യോജിച്ച രീതിയിലാണ് അവർ പോകുന്നത്. ഞാൻ പറയണത് ഇതെല്ലാം ആവശ്യമാണ്. അവരവരുടെ ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഈശോയ്ക്ക് വിശന്ന് അതൊരു ആവശ്യമാണ്. പക്ഷേ പല ആവശ്യങ്ങളുടെയും പ്രശ്നം എന്താണ്? ഈ സമയത്തിൻ്റെ ടൈം കണ്ടൻറ്റ് ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലാതെ വരും. അതാണ് മർക്കോസ് പറയണത് 11:13. എന്താ പറയണത്? അത്തിപ്പഴം അന്വേഷിച്ചു, പക്ഷേ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. കാലം അവിടെ ടൈമാണ്. കൃപാസ്ഥാനത്താരെ സമയക്കധികാരവുമായിട്ടാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് കാലത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട് കാണിച്ചു തരും. ഞാൻ തേടിപ്പിടിക്കണതല്ല, കർത്താവിനെ തൊട്ട് കാണിക്കുന്നതാണ്. ഇത് ടൈം കണ്ടൻ്റുള്ള വിഷയമാണ്. ഇതിൻ്റെ വിഷയം ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ഒരു വിഷയത്തിൻ്റെ കാലമല്ലെങ്കിലും ക്യാൻ വി ആസ്പയർ? യെസ്, വി ക്യാൻ ആസ്പയർ. ഒരു കാലമല്ല. ഒരു ദിവസം ഞാനൊരു വീട്ടിലിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ആ വീട്ടുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വീട് വെക്കാൻ സമയമായെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പാകോടുമ്പോൾ നടന്നത് 14 പേരുടെ പേരിലാണ് ഇത് ഇരിക്കണത്. അവന്മാരെല്ലാം തുമ്മം മുറുകുമ്പോൾ ചാണ്ടുകളാകും, അങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഇത് കർത്താവിൻ്റെ സമയമാണ്. അവരെല്ലാം നിന്നെ അനുകൂലമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒറ്റ കൊല്ലം കൊണ്ട് വീട് വെച്ച് മാറി. പാകോടമ്പടിയും കൊണ്ട് എത്ര വർഷമായിരുന്നതാണ്. അപ്പോൾ ദൈവം ഇടപെട്ടാൽ, എത്ര പേര് ഭാഗോടമ്പടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കളിച്ചാലും ദൈവം ഇടപെട്ടാൽ നമുക്ക് അനുകൂലമായ സമയമാകും. കാര്യം മനസ്സിലായില്ലേ? അപ്പം നാട്ടുകാരല്ല നമ്മുടെ പ്രാതികൂലമെന്ന് പറയണത്. നിങ്ങളെ ബന്ധുക്കൾ, ഇപ്പോൾ ഒരു ഭാഗോടമ്പടി വിഷയമാണ്. ചേട്ടനും അനുജനും പല അപ്പനും അമ്മയും മരിച്ചുപോയി, ചിറ്റപ്പന്മാർ മരിച്ചുപോയി. അത് കാരണം ചിറ്റപ്പന്മാർക്കൊണ്ട് ഓഹരിക്ക് ചിറ്റപ്പന്മാരുടെ മക്കൾ എല്ലാവരും ഒരു അവകാശികളാണ്. ഇതിൽ ഒരെണ്ണം ബോംബെ, ഒരെണ്ണം എറണാകുളത്ത്, ഒരെണ്ണം കാനഡയിൽ, അങ്ങനെ കിടക്കും. ഈ സംഭവത്തിന് എല്ലാം ഭരിച്ചുകൊണ്ട് വന്നിട്ട് ഒരിക്കലും ഈ ഭാഗോടമ്പടി നടക്കത്തില്ല. പക്ഷേ അവിടെ ദൈവം ഇടപെട്ടാൽ ഈ പ്രതികൂലങ്ങളെല്ലാം ആ ശക്തിന് അനുകൂലമാകും. അപ്പോൾ പ്രതികൂലം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് നീ പറയണ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ഓഫീസോ സർക്കാരോ കോടതി നിയമമോ ഒന്നുമല്ല. പ്രതികൂലം എന്ന് പറഞ്ഞാൽ എന്താണ്?
ദൈവം ഇടപെടാത്ത ഒരു കാലത്തിനാണ് പ്രതികൂലം എന്ന് പറയണത്. ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടാൽ ആ സെക്കൻഡിൽ എല്ലാം അനുകൂലമായി മാറും. ഉടമ്പടി എല്ലാ പ്രതികൂലങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തെ ഇടപെടുത്തിക്കൊണ്ട് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് അനുകൂലമായി മാറ്റുന്ന പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും സ്പർശിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്പർശിക്കുന്ന കർത്താവേ, ഈ സമയം തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ ഏറ്റെടുക്കണമേ. രോഗികളെ ദുരിതങ്ങൾ വേദന അനുഭവിക്കുന്നവരെ ഏറ്റെടുക്കണമേ. കടഭാരത്തിൽ കഴിയുന്നവരെ ഏറ്റെടുക്കണമേ. ഓൺലൈൻ വിദ്യാഭ്യാസം മക്കളെ സമർപ്പിക്കുന്നു, അത് ഏറ്റെടുക്കണമേ കർത്താവേ. തിരുസഭയുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇരിക്കട്ടെ. പ്രിസ്ലോൺ. അപ്പം അച്ഛൻ പറഞ്ഞില്ലേ മക്കളെ, അതായത് പ്രതികൂലം എന്ന് പറയണത് വ്യക്തികളോ സർക്കാരിൻ്റെ നിയമങ്ങളോ നിൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളോ നിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളോ ഒന്നുമല്ല. പ്രതികൂലം എന്ന് പറയുന്നത് ദൈവം അത് ഇടപെടാത്ത അവസ്ഥയാണ്. ഉടമ്പടി എന്താ ചെയ്യണത്? ദൈവത്തെ അതിൽ ഇടപെടുത്താൻ പറ്റുന്ന അനുകൂല അവസ്ഥ, നിൻ്റെ അനുതാപം, നിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, അതുപോലെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, നിൻ്റെ മനസ്സിൻ്റെ മാറ്റം, എല്ലാത്തിലൂടെ ദൈവം, നിൻ്റെ വിശ്വാസം, എല്ലാത്തിലൂടെയും ദൈവം ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എല്ലാം അനുകൂലമായി മാറും. എല്ലാം അനുകൂലമായി മാറും. ഉടമ്പടി എല്ലാം ഇങ്ങനെ എല്ലാ തടസ്സമുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് എൻ്റെ മക്കൾ ഉടമ്പടി വിഷയങ്ങളിൽ വളരെ നിശ്ചിതമായ കാർക്കശ്യം കാണിക്കണം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5:30 തൊട്ട് 6:30 മണി വരെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. 6:45 പ്രാർത്ഥന ക്യാൻസൽഡാണ്. ഇന്നലെ കൊച്ചിന് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കാരണം കൊച്ചിൻ്റെ കൂടെ ഉറങ്ങാൻ താമസിച്ചു പോയി. അങ്ങനെ ഒരു കോംപ്രമൈസും ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീഷ്ണതയുണ്ടെങ്കിൽ, ഉടമ്പടി തീഷ്ണതയുടെ പ്രശ്നമാണ്, ഉടമ്പടി വിശ്വസ്തതയുടെ പ്രശ്നമാണ്. ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാരെന്താണ്? കർക്കശ്യമായിട്ടുള്ള വിശ്വാസികളാണ്. അല്ലാതെ അവർ അഴകുഴമ്പരല്ല. കാര്യം അഴകുഴമ്പി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയോ ഒക്കട്ടെ, കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഉഴപ്പണത്. നിങ്ങൾ ഉഴപ്പാതെ കൃത്യമായിട്ടാണ് സംഭവം ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ഗ്യാരണ്ടീഡാണ് സംഭവം. എന്താ കാര്യം? നിങ്ങൾ ചെയ്യാനുള്ള ചെയ്തു, അവൻ പറയണ പോലെ ചെയ്തു. അവൻ പറയണത് പോലെ ചെയ്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈശോ അങ്ങനെ പറ്റത്തില്ല എന്ന് അമ്മയോട് പറഞ്ഞില്ലല്ലോ. നിനക്ക് എന്താണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴമ്മയാണ് പരിശുദ്ധാത്മാവിൽ പ്രേരിതയായിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഫോർമുല പറയണം. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് ഈശോ പറഞ്ഞില്ല. നമ്മൾ അങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ അതിനെതിരെ നിൽക്കത്തില്ല. ദാറ്റ് മീൻസ് അതിൽ ഇടപെടും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ വിശ്വസ്തതയും അതിൻ്റെ വിശ്വസ്തത പാലിക്കാതെ ഞാൻ ഏതെങ്കിലും തരത്തില് ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് നൽകണമേ. ഞാൻ ഉശിരോട് കൂടി ഇഷ്ടമായി ഞാൻ നിറവേറ്റിക്കൊള്ളാമെന്ന് ഈശോയുടെ നാമത്തിലെ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും രണ്ടാമതൊരു വിഷയം, ഇപ്പം
അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അപ്പോൾ ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു കാലം ഏതെങ്കിലും ഉണ്ടെന്നല്ല. ഇപ്പം നിങ്ങൾ പറയില്ലേ സമയദോഷമാണെന്നൊക്കെ പറയത്തില്ലേ, കാലക്കേടാണ്, ഗ്രഹപ്പിഴയാണ്, അങ്ങനെ ഒന്നുമില്ല. എല്ലാ കാലത്തിലും അത്തിമരം പൂക്കണമെന്നും അതിൽ ഫലം ഉണ്ടാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കാലമല്ലായിരുന്നെങ്കിൽ അത് നാട്ടു നടപ്പനുസരിച്ചിട്ടും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കാലമല്ലായിരുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കണത് എന്താണ്? എല്ലാ കാലത്തും പൂക്കണം, എല്ലാവർക്കും ആവശ്യത്തിന് ഉപകരിക്കണം. ഇപ്പം നിങ്ങൾ പറയില്ലേ, ബന്ധുക്കൾ ഒത്തിരി ഉണ്ട് അച്ഛാ, സ്വന്തപ്പെട്ടവരും ഉണ്ട്, പക്ഷേ അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ബംഗാളിയാണെന്ന് പറയത്തില്ലേ? ഇതാണ് സംഭവം. ആവശ്യത്തിന് ബന്ധുക്കൾ മക്കളുണ്ട്, സ്വിറ്റ്സർലൻഡിൽ, കാനഡയിൽ, അവിടെ ഇവിടെ എല്ലാ മക്കളുണ്ട്, അവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും കൂടെ നിൽക്കുന്നതും കരിക്കരിക്കൽ അമ്മച്ചി കറക്റ്റായിട്ടറിയാം. അമ്മച്ചി 70 കൊല്ലത്തോളം 65 കൊല്ലത്തോളം യൂറോപ്പിൽ താമസിച്ചു, ഇപ്പോൾ എറണാകുളത്ത് താമസിക്കണം. അമ്മയ്ക്ക് ആവശ്യത്തിന് മക്കളുണ്ട്, അവർക്കെല്ലാം ശമ്പളമുണ്ട്, അവർ വർഷങ്ങളായിട്ട് അമേരിക്ക താമസിച്ചിരുന്നവരാണ്. പക്ഷെ അമ്മയെ ഇപ്പം നോക്കുന്നത് ആരാണ്? അക്രൈസ്തവരായ 2 മക്കളാണ് നോക്കണത്, അമ്മയെ നോക്കണത്. അപ്പോൾ ഇതാണ് ആവശ്യത്തിന് ഉപകരിക്കുക എന്ന് പറയണത്. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കെല്ലാവരും ഉണ്ടാകാം, പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കണം നിർബന്ധമില്ല. ഇത് ആവശ്യത്തിന്, ഇപ്പം അത്തിമരം ആവശ്യത്തിന് ഉപകരിക്കണില്ലല്ലോ, ആവശ്യത്തിന് ഉപകരിക്കണില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമുക്കെല്ലാവരും ഉണ്ട്, എല്ലാത്ത സാഹചര്യമുണ്ട്, പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കണില്ല. ഇപ്പോൾ ഒരു 100 രൂപ എടുക്കാൻ പറഞ്ഞാൽ അവിടെ ഇല്ല. നമുക്ക് 2 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്, 100 ഏക്കർ റബ്ബർ അപ്പുറത്തുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. പക്ഷേ നമ്മൾക്ക് ഇപ്പോഴും ഒരു 50,000 രൂപ എടുക്കാൻ പറഞ്ഞാൽ അവിടെ ഇല്ല. കാരണം നമ്മുടെ എല്ലാം ഡെഡ് മണിയാണ്. അച്ഛാ സ്ഥലം വിൽക്കണില്ല, അച്ഛാ സ്ഥലം വിൽക്കണില്ല എന്ന് പറയും, വിൽക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മറുകൃതി പറഞ്ഞു കൊടുക്കും, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. എന്താ കാര്യം? സ്ഥലം ആവശ്യത്തിന് ഉപകരിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ കൂടിക്കൂടി അവസാനം അവർ ജപ്തി ചെയ്തുകൊണ്ട് പോയിട്ട് നമുക്കെന്ത് പ്രയോജനം? 2 ഏക്കറിൻ്റെ പുരയിടത്തിൻ്റെ ജന്മിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ജന്മി 5 കൊല്ലം കഴിയുമ്പോൾ ബാങ്കായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കണമെന്നുള്ളത് ബൈബിളിൻ്റെ ഒരു നിലപാടാണ്. വിശക്കുമ്പോൾ അത്തിമരം പഴം തരണം. വിശക്കുമ്പോൾ അത്തിമരം പഴം തരണം. ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വേണ്ട എന്നുള്ള നടപടിയാണ് ഈശോ. അതൊക്കെ അരിഞ്ഞു പോയ സാധനം. ആവശ്യത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന നടപടിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്കൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് ഇവിടെ മർക്കോസ് പറയുന്നുണ്ട്. പക്ഷേ മർക്കോസിൻ്റെ 13-ാം അധ്യായം നോക്കിയാലേ നമുക്ക് മനസ്സിലാകും ഈ അത്തിമരം തളിർക്കണത് എപ്പോഴാണ്? വേനൽക്കാലത്താണ്. അപ്പോഴേ ഈശോ ഇവിടെ വന്നിരിക്കണത് നേരെ മർക്കോസ് ഇപ്പോൾ 11-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ടെന്നാണ് പറയണത് ഈശോ. ദാറ്റ് മീൻസ് വേനൽക്കാലത്താണ് ഈശോ അത്തിമരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ വേനൽക്കാലം ഏതാണ്? ജൂൺ മാസമാണ്, ലേറ്റ് ജൂണാണ്. ജൂൺ മാസം നമ്മുടെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ മെയ് മാസം അവസാനിക്കും അല്ലേ? ഇസ്രായേലിന് 1 മാസം കൂടി ഉണ്ട് വേനൽക്കാലം. ജൂൺ അവസാനമാണ് ഈ അത്തിമരത്തിലേക്ക് ഈശോ വരണത്, അതിൽ പഴമുണ്ടോ എന്ന് നോക്കുന്നത്. പക്ഷേ ആ നോട്ടത്തിൽ തെറ്റില്ല. കാര്യം ഇതിൻ്റെ ഫിഗ്ലെറ്റ്സ് എന്ന് പറയും. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ബ്രാഞ്ചുകൾ, കഴിഞ്ഞ കൊല്ലം ഈ അത്തിമരത്തിലുണ്ടായ ബ്രാഞ്ചുകൾക്ക് ജൂൺ മാസത്തിൽ കഴിഞ്ഞ കൊല്ലം പൂത്തതിൻ്റെ ബാക്കി പഴങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാര്യം അത്തിമരത്തിന് 2 ഫ്രൂട്ട് ടൈമാണ് ഉള്ളത്, ഒന്ന് സെപ്റ്റംബർ, ഒന്ന് ജൂണ്. കർത്താവ് ജൂണിൽ വന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ആ ബ്രാഞ്ചസിൽ കഴിഞ്ഞ കൊല്ലത്തെ പഴങ്ങൾ കാണും എന്നാണ് അതിൻ്റെ സ്വാഭാവികമായ കണക്ക്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് പൂക്കുന്ന സെപ്റ്റംബർ മാസം അല്ലെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഫുഡ്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള അന്തസത്ത എന്താണ്? നമ്മളുടെ ഒരു ആവശ്യത്തെ സമയത്ത് ഉപകരിക്കപ്പെടണം. കാലമല്ലെങ്കിൽ കാലം ആക്കണം. ഇപ്പം കല്യാണത്തിൻ്റെ കാലമല്ല, കുഞ്ഞുണ്ടാകണ കാലമല്ല. പക്ഷേ ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റണ ഒരു വിശപ്പ് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. വിവാഹം മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന അവസ്ഥ മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥകൾ
നടക്കുക മാത്രമേ പറ്റത്തുള്ളൂ. അതിനെന്താ മാർഗം? കാലമല്ലെങ്കിൽ കാലമാക്കിയെടുക്കണം. സമയമായില്ലെന്ന് ഈശോ പറയുമ്പോൾ അമ്മ പറയും സമയമായില്ല, കാലമായില്ല, പക്ഷേ അവൻ പറയണ പോലെ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഇങ്ങനെയാണ്. ഉടമ്പടിയുടെ ഏറ്റവും ഉത്തുംഗമായ ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം ഇതാണ്. അതായത് അനുകൂലമായ പ്രതികൂലമായ അവസ്ഥകളെ, പ്രതികൂലമായ കാലത്തെ ദൈവവചനം കേട്ടും ദൈവവചനം ജീവിച്ചും നമ്മൾ വാഗ്ദാന പേടകമായിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ ആനുകൂല്യമാക്കി മാറ്റും. ഈ ആനുകൂല്യമാക്കാനുള്ള വിശ്വാസവും ആനുകൂല്യമാക്കാനുള്ള വിശ്വസ്തതയും ഇതാണ് ഇതുപോലെയുള്ള ഉടമ്പടി ധ്യാനങ്ങളിലൂടെ വിശ്വാസിക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ ഉടമ്പടി വഴി, വചനം പാലിക്കുക വഴി, വചനം നിറവേറ്റുക വഴി ദൈവത്തെ ഈ പ്രതിസന്ധികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമയത്തെയും അനുകൂലമാക്കി മാറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രുതികട വിശ്വസ്തയോട് നിറവേറാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ പ്രബോധനം ആരാധന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സഭ ഈ അത്തിമരത്തിൻ്റെ ഉപമയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സുവിശേഷ കാഴ്ചപ്പാട്, ഇതൊരു മർക്കോസ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്ന കാരണം ഇത് സാധാരണ ഉപയോഗിക്കുന്നത് കർത്താവ് ആദ്യം ദേവാലയത്തിലോട്ട് ആദ്യം അത്തിമരത്തെ സമീപിക്കും, ഫലമില്ലാത്തതുകൊണ്ട് അതിനെ ശപിക്കും. അതൊരു വിശ്വാസത്തിൻ്റെ പാഠമാണ്, പാഠപുസ്തകം. അതിനുശേഷം ഈശോ ദേവാലയത്തിൽ ചെല്ലും, ദേവാലയം ക്ലെൻസ് ചെയ്യും. നാണയമറ്റക്കാരും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഫലവും പ്രയോഗിക്കാത്ത ഈ അത്തിമരം പോലെയുള്ള ദേവാലയത്തിനെ അവൻ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത ശേഷം മർക്കോസ് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും അവൻ ദേവാലയത്തിൽ പോകുമ്പോൾ അത്തിമരം ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? അത്തിമരത്തിൻ്റെ പാഠത്തിലൂടെ ഫലമില്ലാത്ത ഒരു ദേവാലയം ദൈവികമായ കരുണ, ദൈവികമായ സത്യം, ദൈവികമായ പങ്കുവെപ്പ്, വിശുദ്ധി, ഇതൊന്നും ഇല്ലാത്ത ഒരു ആത്മീയ കൂട്ടത്തെയാണ് ഈശോ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ഇത് തന്നെ അത്തിമരത്തിന് സംഭവിച്ച് പിറ്റേ ദിവസം കാണിക്കും. അപ്പോൾ പിന്നീട് വരുന്ന ദേവാലയ പ്രവചനമാണ്. എന്താണ്? കല്ലുമേ കല്ല് ശിക്ഷിക്കുക, തകർക്കപ്പെടുമെന്ന്. ഫലമില്ലാത്തത് കൊണ്ട് എസെക്കിയേലും പറയും 17-ാം അധ്യായത്തിൽ, ഫലമില്ലാത്തതിനെ ഞാൻ നാശം വരുത്തുമെന്ന്. ഇത് നമുക്ക് അനുതാപത്തിലേക്ക് കൂടി നമ്മളെ നയിക്കണം. ഉടമ്പടി എടുത്തതിന് ശേഷവും നമുക്ക് വിശ്വാസമില്ല, കാരുണ്യമില്ല, കാരുണ്യപ്രവൃത്തിയില്ല, പ്രവർത്തനമില്ലാതെ ഫലമില്ലാതെ പോയാൽ നിങ്ങൾക്കും ഇത് വിളക്കാൻ തെച്ചത് പണ്ടായി മാറാൻ സാധ്യതയുണ്ട്. ഉടമ്പടി ഉഴപ്പിയിട്ടുള്ളവർ ഈ വചനം കേട്ടിട്ട് തിരിച്ച് അനുതാപപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് വന്ന് കർത്താവിൻ്റെ ശക്തി നിറയാൻ ഇടയാക്കണം. ശ്രുതികട ഹല്ലേലൂയ. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്.
കർത്താവിന്റെ ചൈതന്യ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരെ, തത്സമയ നിയോഗങ്ങളിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ, മനമുയർത്തി കരമുയർത്തി സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് തകർന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികളായി കഴിയുന്നവരെ, കോവിഡ് രോഗികളായി കഴിയുന്നവരെ സ്പർശിക്കുന്നു. തീരാ രോഗങ്ങളിൽ മാരക രോഗങ്ങൾ കഴിയുന്നവരെ സ്പർശിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫിന് കയ്യപ്പ് തൊട്ടുകൊണ്ട് തികച്ച രോഗികളുടെ മേൽ കർത്താവിന്റെ മുദ്ര പതിയുകയാണ്. ഉടമ്പടിയുടെ ഓരോ നിയോഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. തിരുസഭയുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷിക്കുന്നു. തിരുസഭ ഏറ്റെടുക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ സ്ഥാപനത്തിൽ ജോസഫിന് കൃപ കൊണ്ട് വികാരുടെ യേശു അനുഗ്രഹിക്കുന്നു. അലക്സാണ്ടച്ചനെ ആശീർവദിക്കുന്നു. ഓരോ പ്രോജക്റ്റുകളെയും ആശീർവദിക്കുന്നു. ഉടമ്പടിയിലെ എല്ലാ മക്കളെയും വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ശക്തി തരികയാണ്. തിരുസഭയെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ അനുഗ്രഹിക്കുന്നു. എല്ലാ ബന്ധവാന്മാരെയും വൈദികരെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും പിതാവിനെയും സമ്പൂർണ്ണമായ കൃപയാൽ നിറയ്ക്കണമേ. കർത്താവേ, എല്ലാ പ്രോജക്റ്റുകളും ഏറ്റെടുക്കണമേ. പ്രവാസത്തിൽ ദേവനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ദേവനെ നിയോഗം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഓരോ മക്കളുടെ നിയോഗങ്ങൾ കർത്താവ് ഏറ്റെടുക്കണമേ. ഈശോ ഭവനരഹിതരെ, സന്താനരഹിതരെ, കടക്കടിയിൽ കഴിയുന്നവര്, ലോകത്തിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് യേശുവേ ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും